കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. വളരെ സങ്കീർണമായൊരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, സമയം തക്കത്തിൽ വിനിയോഗിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ താൻ ഈ വാക്ക് അങ്ങനെ ഉരുവിടുവാനിടയായിത്തീർന്നു. നമുക്കൊരു അവസരം ദൈവം ഈ ലോകത്തിൽ നൽകി തന്നിരിക്കുകയാണ്. ഈ സമയത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്നറിയാതെ ആളുകൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമയം വേണ്ടതുപോലെ വിനിയോഗിക്കേണ്ടതിന് ഞാൻ ഒരു കഥ കേട്ടത് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു പ്രത്യേകതയുള്ള ഒരു രാജ്യത്ത് നടന്ന ഒരു സംഭവമാണ്. കഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അവിടെ ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് അനുവദനീയമായിരിക്കുന്ന ഭരണകാലം എന്ന് പറയുന്നത് 1 വർഷം മാത്രമാണ്. 1 വർഷത്തിന് ശേഷം അവിടെയുള്ള രാജാവിനെ ഭരണത്തിന് ശേഷം ആ നാട്ടുകാർ അവിടെ വിജനമായ മറ്റൊരു ദ്വീപിലേക്ക് നാടുകടത്തും. ആ ദ്വീപിൻ്റെ പ്രത്യേകത അവിടെ വളരെയധികം ഹിംസ്രജീവികൾ വസിക്കുന്ന ഇടമാണ്. അവിടെ പോയി ഈ രാജാവിനെ ആ മൃഗങ്ങൾ കൊന്നു തിന്നുകയാണ് പതിവ്. ഇങ്ങനെ ഒരാചാരം അവിടെ നടക്കുന്നു. ഈ രാജാവിനെ ദ്വീപിലേക്ക് കൊണ്ടുപോയ ആളുകൾ മടങ്ങി വരുമ്പോൾ തന്നെ അവിടെ മറ്റൊരു രാജാവിനെ വാഴിക്കുക പതിവായിരുന്നു. ഇങ്ങനെയായിരുന്നു ആ രാജ്യത്തിൻ്റെ ഭരണം തുടർന്നത്. ഒരു രാജാവിന് കേവലം 1 വർഷം മാത്രം ഭരിക്കുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് ആരും ഈ ഭരണ തലത്തിലേക്ക് വരുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കവേ ഒരു യൗവനക്കാരൻ മുൻപോട്ട് കടന്നു വന്ന് സ്വയമേ പറഞ്ഞു, ഞാൻ രാജാവാകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആളുകൾ അന്താളിച്ച് നിൽക്കവേ അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹം മാറ്റാതെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം രാജാവായ ചില ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ആ നാട്ടിലുള്ള ഏറ്റവും പ്രശസ്തരായ പ്രഗത്ഭരായ നായാട്ട് വീരന്മാരെ ശേഖരിച്ച് വന്യജീവികളുള്ള ആ കാട്ടിലേക്ക്, ആ ദ്വീപിലേക്ക് അദ്ദേഹം അയച്ചു. അവരോടൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ അവിടെ ചെന്ന് അവിടെയുള്ളതായ വന്യജീവികളെ വകവരുത്തുക. അവരെ ദൗത്യവുമായി അവർ മടങ്ങി വന്നു. അതിനുശേഷം അദ്ദേഹം അങ്ങോട്ട് മറ്റു ചില ആളുകളെ അയച്ചു. അവിടെ വളരെ പാണ്ഡിത്യമുള്ള പ്രാഗൽഭ്യമുള്ള പണിക്കാരെയായിരുന്നു. മരം വെട്ടുകാരെ അയച്ചു. അവർ മരങ്ങൾ മുറിച്ചു മാറ്റി. അതിനുശേഷം കൽപ്പണിക്കാരെ ഈ രാജാവ് സ്വന്തം ചെലവിൽ അയക്കുന്നു. അവരവിടെ ചെന്ന് അവിടെയുണ്ടായിരുന്ന പാറകൾ പൊട്ടിച്ച് മനോഹരമായ കെട്ടിടം പണിക്ക് ആവശ്യമായ സാമഗ്രികൾ ഉണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിന് മുമ്പ് തന്നെ മനോഹരമായ കൊട്ടാരവും മനോഹരമായ ഉദ്യാനവും ആ ദ്വീപിൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം തൻ്റെ ഭരണം തീരുന്നതിന് മുൻപ് തൻ്റെ പ്രജകളെയെല്ലാം വിളിച്ചു, നാട്ടുകാരെ വിളിച്ചു. രാജാവ് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഈ നാട്ടുനടപ്പ് പ്രകാരമുള്ള എൻ്റെ കാലാവധി തീരാൻ പോവുകയാണ്. ആയതുകൊണ്ട് എന്നെ സ്വയമേധയാ ഞാൻ ആ ദ്വീപിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം അവരെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ തന്നെ ഈ രാജാവ് വളരെ സന്തോഷത്തോടെ പറയുകയാണ്, നിങ്ങളാരും പരിഭ്രമിക്കേണ്ട, എന്നെ ആ നാട്ടിലേക്ക് അയച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, അനേക രാജാക്കന്മാർ അവസരം ലഭിച്ചിരുന്നു, അവർക്ക് അധികാരം ലഭിച്ചിരുന്നു. പക്ഷേ തങ്ങളുടെ മുമ്പിലുള്ള പ്രതിബന്ധത്തെ മാറ്റുവാനായിട്ട് ബുദ്ധിയോടെ അവർ ആ കാര്യം വിനിയോഗിച്ചില്ല. ആയതുകൊണ്ട് അവരുടെ ജീവിതം അവിടെ പട്ടുപോയി. നമുക്കൊരു ജീവിതമാണ്, ക്ഷണികമായ ജീവിതമാണ് ദൈവം മനുഷ്യൻ ലോകത്തിന് നൽകി തന്നിട്ടുള്ളത്. ഇത് ബുദ്ധിയോടെ പ്രവർത്തിക്കുവാനായിട്ടാണ് ഈ ആയുസ് നാം ചെലവഴിക്കേണ്ടത്. അതെങ്ങനെയാണ് നമുക്കത് ബുദ്ധിയോടെ ചെലവഴിക്കുവാനായിട്ട് കഴിയുന്നത്? ആ രാജാവ് ചെയ്തത്, അവിടെയുണ്ടായിരുന്ന ഹിംസ്രജീവികളെ കൊല്ലുവാൻ ആളുകളെ നിയോഗിച്ചു. വനാന്തരമായി കിടന്ന പ്രദേശത്തെ മനോഹരമാക്കുവാനുള്ള ആളുകളെ നിയോഗിച്ചു. മനോഹരമായ കെട്ടിടം അവിടെ സ്ഥാപിച്ചു, കൊട്ടാരം സ്ഥാപിച്ചു. ഏറ്റവും സുഖകരമായി ജീവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി. ഞാൻ പറഞ്ഞു വന്നൊരു താല്പര്യം ഇത് മാത്രമാണ്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നശിക്കാത്തൊരു രാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രയത്നിക്കുവാനായിട്ട് കഴിയും. യേശു അതുതന്നെയാണ് പറഞ്ഞത്, പഠിപ്പിച്ചത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം വരുന്ന നാട്ടിൽ നശ്വരമില്ലാത്ത, നാശമില്ലാത്ത ആ നാട്ടിലേക്കുള്ള പ്രവേശനത്തിനുള്ള കവാടമായി തീരട്ടെ. ആയതുകൊണ്ട് ആ സ്വർഗരാജ്യത്തിനു വേണ്ടി നമുക്ക് പ്രയത്നിക്കാം, അധ്വാനിക്കാം, കർത്താവിന് വേണ്ടി ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.